ഹലോ! കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ വൈത്തിരി ഫാമിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു പൂക്കോട്ട് ലേക്കിലേക്കായിരുന്നു. വെക്കേഷനും അതേപോലെ തന്നെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ. ടിക്കറ്റ് എടുക്കാനോ അതേപോലെ ഉള്ളിൽ ചെന്നപ്പോഴും ഫുള്ള് തിരക്ക് തന്നെയായിരുന്നു. ആളും ബഹളവും തന്നെയായിരുന്നു. നിങ്ങളങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിനൊന്നും പോവാണ്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അധികം നേരം അവിടെ ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ ടിക്കറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടോ. ബോട്ടിങ്സും പലതരം ഉണ്ട് കേട്ടോ. ഡബിളും 4 റൈഡേഴ്സും 6 റൈഡേഴ്സും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ബോട്ടിങ്ങിന് ഇറങ്ങി കേട്ടോ. നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാട്ടോ ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത്. വേറെ ഒന്നുമല്ല, ഈ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനത്തോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ അത് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല റേറ്റായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് കയറി. ബട്ട് പ്രൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹൈ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പുറമേ ഉള്ള പ്രൈസും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രൈസും കമ്പാരിസൺലി നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഉള്ളിൽ ഒരുപാട് സ്പൈസസും അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മിനി സൂപ്പർ മാർക്കറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഈ 2 ചോക്ലേറ്റ്സും വാങ്ങിയിട്ട് ഇറങ്ങി. നമ്മൾ നേരെ എന്നിട്ട് നാട്ടിലേക്കാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. ഒന്ന് വീട്ടിൽ പോയി ഫ്രഷൊക്കെ ആയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഫിലിമൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഫിലിമിനൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് മോളിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിരടിക്കാണ് കേട്ടോ ബുക്ക് ചെയ്തത്. രാത്രി 11:30ക്കുള്ള ഷോ ആയിരുന്നു. അങ്ങനെ നമ്മൾ 10:00 ആയപ്പോൾ തന്നെ മോളിലെത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ഷോപ്പും അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ പോയി കുറേ നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് അവർ പറഞ്ഞു ക്യാമറ ഒന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല എന്നുള്ളത്. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോൾ ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.